.py ഫയൽസ് എല്ലാം ചേർത്ത് ഒരു ആർക്കൈവ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു യൂസിങ് CPIO കമാൻഡ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ കുറച്ച് ഫയലുകളുണ്ട്, കുറച്ച് PY ഫയൽസ്, ഇപ്പോൾ പൈത്തൺ ഫയൽസ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മെർജ് ചെയ്യാൻ പോവാണ്. മെർജ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് CPIO-O ആണ് കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് മോഡിൽ വർക്ക് ചെയ്യാനായിട്ട് -OVF ദെൻ ഫയലിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ PY ഫയൽസ് .CPIO. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഫയൽ ലിസ്റ്റ് പറയണം. ഫയൽ ലിസ്റ്റ് പറയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുക. കറണ്ട് ഡയറക്ടറിയിലെ ഫയലിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യാനായിട്ട് INAME, അത് ഫൈൻഡ് കമാൻഡിൻ്റെ ഓപ്ഷൻസാണ് star.py. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PY ഫയലുകളിലെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? നമ്മുടെ അടുത്ത കമാൻഡിന് കൊടുക്കണം. ഒരു ഫയലിലെ കണ്ടന്റ് നമ്മൾ റീഡയറക്ട് ചെയ്യുമ്പോൾ >= ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട് അടുത്ത കമാൻഡിന്. ഇവിടുത്തെ കേസിൽ ഈ കമാൻഡ് നമ്മൾ എഴുതുന്നത് find.-iname star.py എന്ന് എഴുതുന്നത് PY എക്സ്റ്റൻഷനിലുള്ള എല്ലാ ഫയലിൻ്റെയും ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവാനാണ്. ആ ലിസ്റ്റ് CPIO കമാൻഡിന് കൊടുക്കുന്നു. CPIൻ്റെ കമാൻഡ് അത് വെച്ചിട്ട് ഒരു ഔട്ട്പുട്ട് മോഡിൽ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. ഓക്കെ, നമ്മൾ ഫയലിൻ്റെ പേര് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് ഡയറക്ഷൻ പറയണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. PY files.CPIO എന്നൊരു ഫയല് ക്രിയേറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഡയറക്ടറിയിലുള്ള എല്ലാ ഫയലുകളും ചേർത്തിട്ട് നമുക്ക് ഒരു ആർക്കൈവ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡയറക്ടറിയിലുള്ള കംപ്ലീറ്റ് ഫയലിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫൈൻഡ് ദെൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡെപ്ത്. ഓക്കെ, ഡെപ്ത് എന്നുള്ള കമൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കറൻറ്റ് ഡയറക്ടറിയിലെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സബ് ഡയറക്ടറീസ് കൂടി നമുക്ക് എടുക്കാനാണ് ഡെപ്ത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ഡയറക്ടറിയിലുള്ള കംപ്ലീറ്റ് ഫയലുകളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ CPIO നമ്മുടെ ഔട്ട്പുട്ട് മോഡിൽ നമ്മൾ പറയുന്നു. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ sample1.cp. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയലിൻ്റെ പേര് പറയുമ്പോൾ ഇങ്ങനെ പറയണം റീഡയറക്ട് ടു CP, അതായത് ആ ഫയലിനെ റീഡയറക്ട് ചെയ്യുന്നത് ഇങ്ങനെ CPIO ഔട്ട്പുട്ട് മോഡിലേക്കുള്ള കാര്യങ്ങൾ വരുന്ന മെർജ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫയലിലോട്ടാണ്. ഓക്കെ, നമ്മുടെ കംപ്ലീറ്റ് എക്സാമ്പിൾ എക്സ്പെരിമെൻ്റ് 8 എന്നുള്ള ഡയറക്ടറിയിലുള്ള കംപ്ലീറ്റ് ഫയലുകളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവും. ദെൻ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുക? എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് മോഡിലാണ്. ഇൻപുട്ട് മോഡിൽ കമാൻഡിൻ്റെ ഫയലിൻ്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നേരിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല, റീഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അത് കുറച്ച് വലിയ ഡയറക്ടറിയാണ്, അതിനുള്ളിൽ കുറേ ഡയറക്ടറീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ആയത് ഇത്ര സമയം എടുക്കുന്നത്. ചെറിയ ഡയറക്ടറി നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഡയറക്ടറി വെച്ചിട്ട് ചെയ്യുക, വീട്ടിൽ ലാബിലേക്ക് പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. CPIO കണ്ടന്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് -T എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. കണ്ടൻസ് ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ sample1 CPIO എന്ന് പറഞ്ഞ ഫയലിനുള്ളിൽ ഈ ഡയറക്ടറീസ് ഒക്കെ ഉണ്ട്, ഈ ഫയലുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരു ഡയറക്ടറിയിലേക്ക് ഇതിനെ കോപ്പി ചെയ്യണമെന്ന് വിചാരിക്കുക, ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വിചാരിക്കുക. എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് -BF. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇതിലൊരു ഡയറക്ടറി ഉണ്ട്, അത് ഞാൻ കളയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു, sample1. ഓക്കെ, sample1 എന്നുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. ദെൻ sample1 ഞാൻ മൂവ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്.
എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അഗെയിൻ CPIO. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് -IVF, അതായത് ഇൻപുട്ട് മോഡിൽ വർക്ക് ചെയ്യണം വെർബസ്, അതായത് ഫയലുകളുടെ പേര് ലിസ്റ്റ് ചെയ്ത് വരും, ഫയലിൻ്റെ പേര് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമ്മൾ ഫയൽ കിടക്കുന്നത് ഇപ്പോൾ തൊട്ട് മുന്നത്തെ ഡയറക്ടറിയിലാണ്. അതുകൊണ്ട് .sample1.CPI. ഇവിടെ എന്ത് ചെയ്യുന്നത്? sample1.CPI എന്ന് പറഞ്ഞ ഫയലിലെ കണ്ടന്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. നമ്മൾ കറണ്ട് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന ഡയറക്ടറിയിലേക്ക് എക്സ്ട്രാക്ട് ആവും. ഇവിടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനോട് ഉപയോഗിച്ച കമാൻഡ് എന്താണ്? CPIO-VF then റീഡയറക്റ്റ് നമ്മുടെ നമ്മുടെ ആർക്കൈവ് ഫയൽ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയലിൽ നിന്ന് തന്നെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എക്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോപ്പി ചെയ്യാനാണ്. sample1 എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലുള്ള എല്ലാ കണ്ടന്റ്സും നമുക്ക് sample2ലേക്ക് കോപ്പി ചെയ്യണം. നമുക്ക് CP കമാൻഡ് ഉണ്ട്, നമുക്ക് CPIO കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് വെർബസ് മോഡിൽ പാസ് മോഡിൽ വേണമെങ്കിൽ ആ കാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നത് ഫൈൻഡ് sample1 ഡയറക്ടറി ഫുൾ കണ്ടന്റ് കിട്ടാനായിട്ട് ഡെപ്ത്, ദെൻ ആ ഫയൽ ലിസ്റ്റ് CPIO-PVF പാസ് മോഡിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, പാസ് മോഡിൽ വർക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഏത് ഫയലിലോട്ടാണ് കോപ്പി ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. PVD ഡയറക്ടറിയുടെ പേര് പറയുകയാണ്. sample2 എന്നുള്ള ഡയറക്ടറിയിലോട്ട് കോപ്പി ചെയ്യുന്നു. നമ്മൾ sample2 ഡയറക്ടറിയിലുള്ള കണ്ടന്റ്സ്, ഡയറക്ടറി അങ്ങനെ തന്നെ മൂവ് ചെയ്യണം കേട്ടോ, ആർക്കൈവ് ഫയലല്ല. ഡയറക്ടറിയിലെ കണ്ടന്റ്സ് അങ്ങനെ തന്നെ വേറെ ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യുന്നു യൂസിങ് CPIO കമാൻഡ്. sample2 എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ sample1 എന്നുള്ള ഡയറക്ടറി അങ്ങനെ തന്നെയാണ് കോപ്പി ചെയ്യുക. അതേ ഡയറക്ടറി സെക്ഷനിൽ അങ്ങോട്ട് കോപ്പി ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് CPIO കമാൻഡ് ഉപയോഗിക്കുക. നമുക്കൊരു ആർക്കൈവ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം വിത്ത് ടാർ എക്സ്റ്റൻഷനിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിലത്തെ ഫയലുകളുടെ ഒരു ടാർ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ടോപ്പ് ഫയൽസ് വെച്ചിട്ടോ വേറെ ഏതെങ്കിലും ഫയൽ വെച്ചിട്ടോ. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഏത് ഫോർമാറ്റിലേക്കാണ് മാറ്റുന്നതെന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, ഏത് ഫോർമാറ്റിലേക്കാണ് നമുക്ക് മാറ്റേണ്ടതെന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, CPIO നമ്മളാദ്യം ഡയറക്ടറിയിൽ കണ്ടന്റ്സ് കണ്ടുപിടിക്കുക. ഫൈൻഡ് സാമ്പിൾ എന്ന് പറഞ്ഞ ഡയറക്ടറിയിലേക്കാണ് നമുക്ക് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നോക്കി നോക്കുക. ക്രിയേറ്റഡ് ആർ അച്ചീവ് -h ഓപ്ഷൻ വിത്ത് sample1 ഡയറക്ടറി. sample1 ഡയറക്ടറിയിലുള്ള കണ്ടന്റ്സ് ഫുൾ കണ്ടന്റ്സ് വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫയൽ ലിസ്റ്റ് കിട്ടി. ദെൻ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടു CPIO- നമുക്ക് ഇതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആർക്കൈവ് ഫയൽ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് മോഡിൽ OVF ഫയലിൻ്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ പറഞ്ഞു -h ടാർ എക്സ്റ്റൻഷൻ സ്റ്റാർ ഫോർമാറ്റിലാണ് വേണമെങ്കിൽ ടാർ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫയലിൻ്റെ പേര് sample1.tar extension. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ CPIO കമാൻഡ് ഉപയോഗിച്ചിട്ട് -OVF with -h then ഫോർമാറ്റ് ടാർ. ഫയലിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നത്, ഫയൽ പേര് കൊടുക്കുമ്പോൾ തെറ്റിയിട്ടുണ്ട്. ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ നേരിട്ട് സ്പേസ് കൊടുത്ത് കൊടുക്കരുത്, റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം.
ഇതിനെ തിരിച്ച് എക്സ്ട്രാക്ട് ചെയ്യാം. sample1.tr ഫയൽ ക്രിയേറ്റ്. ഇനി നമുക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യണം വിചാരിക്കാം. എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ് again cpio -ivf. ഇവിടെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോമാറ്റ് ടാർ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയണം, ഇവിടെ ഫയലിൻ്റെ പേര് പറയണം. ഫയലിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡയറക്ഷനാണ്. ഈ sample1.tar എന്നുള്ള ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വേണം നമുക്ക്. ഇത് എക്സ്ട്രാക്ട് ചെയ്താൽ ഈ ഡയറക്ടറിയിൽ തന്നെ ഈ ഫയലുകളെല്ലാം കൂടി എക്സ്ട്രാക്ട് ചെയ്ത് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഡയറക്ടറിയിലായതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വേർഷൻസ് ഒന്നും കോപ്പി ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേ ഡയറക്ടറിയിലേക്ക് തന്നെയാണ്, നമ്മൾ നിന്ന ഡയറക്ടറിയിലേക്ക് തന്നെയാണ്, അതേ ഫോമാറ്റിൽ ഫയലിലെ ഡയറക്ടറിയിലേക്ക് തന്നെയാണ് കോപ്പി ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഓൾറെഡി പഴയ വേർഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഡംപ് കമാൻഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളോട് പറയണത് tar ഡെമോ ഡയറക്ടറി എന്നൊരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫയലുകൾ സ്റ്റോർ ചെയ്തിട്ട് അതിനെ ഡംപ് കമാൻഡ് ഉപയോഗിച്ച് അങ്ങനെ ബാക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടാറും cpiയും ഉപയോഗിച്ചു, അതുപോലെ ഡംപ് കമാൻഡ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഈ പേരിൽ. ഇപ്പോൾ ഞാൻ തൽക്കാലം നമ്മുടെ sample1 എന്നുള്ള ഒരു ഫോൾഡർ ഓൾറെഡി ഉണ്ടല്ലോ, അതിൻ്റെ പേര് മാത്രം ഞാൻ മാറ്റാം ടു ടാർ ഡെമോ. sample1 തന്നെ നമുക്ക് ഡംപ് ചെയ്ത് നോക്കാം. ഡംപ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പെർമിഷനൊക്കെ വേണം. ഡംപ് നമ്മൾ ഇൻക്രിമെന്റ് ഫസ്റ്റ് ബാക്കപ്പ് ആയതുകൊണ്ട് 0 ലെവല് എഫ് എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ പേര് പറയാൻ നമ്മളിവിടെ പേര് പറയാണ് ഡംപ്. ഇതാണ് ഒരു ഫയൽ. ഇനി എന്താണ് ബാക്കപ്പ് ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ നമ്മുടെ സിസ്റ്റം മൊത്തം ബാക്കപ്പ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഫയൽ സിസ്റ്റം മൊത്തം ബാക്കപ്പ് ചെയ്യണമെങ്കിൽ /device/sda1 അങ്ങനെ ഞാൻ പറയാം. ഇവിടെ തൽക്കാലം ഞാനൊരു ഫോൾഡറാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫോൾഡറിൻ്റെ പേര് പറയാം. 100 ഡയറക്ടറികളുള്ള sample1 എന്നുള്ള ഡയറക്ടറിയാണ് ഞാൻ ഡംപ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ sudo ഡംപ് ഫസ്റ്റ് ഫുൾ ബാക്കപ്പ് ആയതുകൊണ്ടാണ് 0f then backup dot dump sample1 dot dump. sample1 എന്ന് പറഞ്ഞ ഫയലിലാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത്. ഇത് sudo കമാൻഡ് കൊടുത്തുകൊണ്ടാണ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു ഫയൽ ഡംപ് ചെയ്യാൻ എത്ര സ്പേസ് വേണ്ടി വരും അത് നമുക്ക് കാണാം. അതിനുപയോഗിക്കുന്ന കമാൻഡാണ് sudo dump. അതായത് നമുക്കത് ഡംപ് ചെയ്യണേറ്റ് മുമ്പ്, ഇപ്പോൾ ഡംപ് ചെയ്യണേറ്റ് മുമ്പ് നമുക്ക് എത്ര സ്പേസ് വേണമെന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡംപ് ചെയ്യണേക്കാൾ മുമ്പ് ഇവിടെ എന്ത് കൊടുക്കുക, S എന്നുള്ള ക്യാപിറ്റൽ S എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഫയലിൻ്റെ പേര് പറയണ്ട, ഏത് ഫയലാണോ ഏത് ലൊക്കേഷനാണോ നമ്മൾ ഡംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഫോൾഡർ ആണോ അല്ലെങ്കിൽ ഏത് ഫയൽ സിസ്റ്റം ആണോ ഡംപ് ചെയ്യാനോ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര സ്പേസ് വേണ്ടി വരും എന്നുള്ളത് കാണിക്കും. ഇത്രയും സ്പേസ് വേണം. നമ്മൾ ഡംപ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ അവിടെ, അതിനെത്ര സ്പേസ് എടുത്തുകൊണ്ട് നോക്കാം. du ഇത് കിലോ ബൈറ്റിലുള്ള സൈസ് ആയിരിക്കും, അത് ബൈറ്റ്സിലുള്ള സൈസാണ്.